ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. നിലമ്പൂരിലെ BJP സ്ഥാനാർത്ഥിയെ UDF സംഭാവന ചെയ്തതാണെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. സ്വരാജ്. UDF ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സ്വരാജ് പറഞ്ഞു. മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആരും മത്സരിക്കരുതെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സരിക്കട്ടെ എന്നും സ്വരാജ് വ്യക്തമാക്കി. ജനങ്ങൾ വിധിയെഴുതട്ടെ. നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകും. മുഖ്യമന്ത്രി പറഞ്ഞത് അഭിമാനകരമായ വാക്കുകളാണ്. ആർത്തിരമ്പി വന്ന ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആവേശത്തിലാക്കി. മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ ഉടനടി വന്നതാണ്. അത് ജനങ്ങളിൽ ആവേശവും ഉത്സാഹവും സൃഷ്ടിച്ചു. നാടാകെ ആവേശനിമിർപ്പിലാണ്. നന്മയുള്ള പ്രവർത്തനങ്ങളെ കേരളത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കും. കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടില്ല. അത് ഇടത് സർക്കാരിന്റെ നേട്ടമാണ്. വൈദ്യുത പ്രതിസന്ധിക്ക് വിരാമമായി. ക്ഷേമ പെൻഷൻ നൽകുന്നു. UDF കാലത്ത് അത് നിന്നുപോയി. ജനങ്ങൾ LDFിനൊപ്പമാണെന്നും M. സ്വരാജ് പറഞ്ഞു. PV അൻവർ മത്സരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ടെന്നും അത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും സ്വരാജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFിന്റെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനതയുടെയും നാഥനാണെന്നും ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നയാൾ കൂടിയാണ്. പിണറായി വിജയന്റെ വരവ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ആവേശത്തിന് ഇത് ആക്കം കൂട്ടും. VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച ആരോപണത്തിന് 2016 VS തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവും PV അൻവറും തമ്മിൽ നടന്ന രഹസ്യ ചർച്ച ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അവരുടെ കാര്യമെന്നും അതിൽ അഭിപ്രായം പറയാനില്ലെന്നും M. സ്വരാജ് പറഞ്ഞു. ഞാനിത് ഇന്നലെ ഇന്നുമായിട്ട് പല മാധ്യമ സുഹൃത്തുക്കളും ഇത് സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ഏതൊരാൾക്കും മത്സരിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യത്തിൽ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കമന്റും പറയുന്നില്ല. അദ്ദേഹം മത്സരിക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ അവകാശം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. മറ്റാർക്കും തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാവുന്നതാണ്. അക്കാര്യത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. കാര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് അൻവർ ഇന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ UDFിലേക്ക് എടുക്കാതിരിക്കാൻ കാരണം പിണറായി സതീശനോട് പറഞ്ഞിട്ടാണ്. അപ്പൊ പരസ്പര വിരുദ്ധമായ ചില സാധനങ്ങൾ വരുന്നുണ്ട്. എല്ലാം ജനങ്ങൾ വിലയിരുത്തും അല്ലേ, ഞാനതിലൊന്നും പറയുന്നില്ല. ഞങ്ങളെ ബാധിക്കുകയില്ല. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോവുകയാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രവർത്തന രീതികളും ശൈലികളും, ഓരോരുത്തരും അവരവരുടെ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ നല്ലതാണ്. എല്ലാവരും വിമർശനങ്ങളൊക്കെ ഉയർത്തട്ടെ. ഈ നിങ്ങൾ പറഞ്ഞ വിമർശനം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആ വിമർശനത്തെ സംബന്ധിച്ച് 2016 തന്നെ VS മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ആലുവ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോഴാണ്. എനിക്കൊന്ന് അന്ന് VSനോട് ചോദിച്ച മാധ്യമപ്രവർത്തകൻ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് VS കണക്ക് തീർത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ VSനെ നമുക്ക് വിശ്വസിക്കാം ആ കാര്യത്തിൽ. ഓക്കെ, അല്ലല്ല, തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങളും ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതിനെല്ലാം മറുപടി പറഞ്ഞു പോകേണ്ട യാതൊരു സാഹചര്യവും നമുക്കില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ, നാടിന് കൂടുതൽ വളർച്ചയുണ്ടാവാൻ, വികസനം ഉണ്ടാവാനൊക്കെ സഹായകരമായ നയങ്ങളെയും പരിഷ്കാരങ്ങളെയും പരിപാടികളെയും ഒക്കെ സംബന്ധിച്ചാണ് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തട്ടെ. ജനങ്ങൾ അതെല്ലാം വിലയിരുത്തട്ടെ. അതല്ല ജനാധിപത്യം. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ കുറെ നാളായി ഒരു സംശയം നിലനിന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്താൽ ഒരു സീറ്റിൽ പോലും BJP കേരളത്തിൽ ജയിച്ചില്ല. പക്ഷെ എല്ലായിടത്തും അവർ മത്സരിച്ചു. അപ്പൊ ജയസാധ്യത നോക്കിയോ വോട്ട് നോക്കിയോ ആയിരുന്നില്ല. കുറെ വർഷങ്ങളായി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP, അവരുടെ മുന്നണി. പക്ഷെ നിലമ്പൂരിന്റെ കാര്യം വന്നപ്പോൾ ഒന്ന് അറച്ചു നിന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മുടെ സമൂഹത്തിൽ ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതായി പറയുന്നുണ്ട്. പക്ഷെ പ്രഖ്യാപിച്ച് കേൾക്കുമ്പോൾ സമൂഹത്തിൽ മറ്റൊട്ടേറെ സംശയങ്ങൾക്കാണ് അത് ഇട നൽകിയിട്ടുള്ളത്. UDF സംഭാവന ചെയ്ത സ്ഥാനാർത്ഥിയാണ് എന്നാണ് വരുന്നത്. ഞാനിത് ആലങ്കാരികമായി പ്രയോഗിക്കുന്നതല്ല. സ്ഥാനാർത്ഥിയായ ബഹുമാന്യനായ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം UDF-ലെ ഘടകകക്ഷിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണെന്നാണ്, അല്ലേ? ആണ്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ UDF-ലെ ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അപ്പൊ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ, വിലയിരുത്തട്ടെ. ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യമായി അൻവറുമായി ഒരു 3/4 മണിക്കൂർ ചർച്ച നടത്തി. ഇന്നിപ്പം ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.